നമസ്കാരം. അസ്ട്രോവേദിക് വിഷൻ മലയാളം ചാനലിലേക്ക് വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉത്തര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് പറയുന്നത്. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും കഠിന പരിശ്രമത്തിലൂടെയുമാണ് ഏതൊരാളുടെയും ജീവിത വിജയം സുനിശ്ചിതമാകുന്നത്. ഉത്രം 1-ാം പാദം വരുന്നത് ചിങ്ങൻ രാശിയിലും 2, 3, 4 പാദം വരുന്നത് കന്നി രാശിയിലുമായിട്ടാണ്. ഇനി ഈ വരുന്ന ഒരു മാസക്കാലം ഉത്തര നക്ഷത്രക്കാരുടെ ഗുണങ്ങളെപ്പറ്റി പറയുന്നു. രാജയോഗപ്രദമായ ജീവിത സാഹചര്യം വന്നു ചേരുകയും വസ്തു വാഹനം വാങ്ങുകയും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നു. കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. പൊതുവെ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹാലോചനയ്ക്ക് വരുന്ന അനുകൂലമായ സമയമാണ്. വാക്തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉത്തര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുന്നു. അടുത്ത കാര്യത്തിൽ ഏകാഗ്രത കുറയാൻ ഇടയാകുകയും എന്നാൽ കഠിന പരിശ്രമത്തിലൂടെ ജീവിതം സുനിശ്ചിതമാകുകയും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് അവസരം ലഭിക്കുകയും ബിസിനസ് ആരംഭിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. എന്നാൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. ഉത്തര നക്ഷത്രക്കാരുടെ ദോഷത്തെപ്പറ്റി പറയുകയാണ്. ചിങ്ങൻ രാശിയിൽ ഉള്ള ഉത്തര നക്ഷത്രത്തിന് വ്യാഴം വ്യയസ്ഥാനത്തും ബുധ ആദിത്യ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു. ശനി അഷ്ടമത്തിലാണ്. രാഹു 7-ാം ഭാവത്തിലും കേതു ജന്മത്തിന് സഞ്ചരിക്കുന്നു. കന്നി രാശിക്കാരായ ഉത്തര നക്ഷത്രം 2, 3, 4 പാദത്തിന് വ്യാഴം 11-ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം ചെയ്ത് സഞ്ചരിക്കുകയും കേതു 12-ാം ഭാവത്തിലും ശനി 7-ാം ഭാവത്തിലും രാഹു 6-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലം ആണ്. ആഡംബരത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്കും വേണ്ടി ധനം ചിലവാക്കി വ്യയം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് ധനം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഉത്തര നക്ഷത്രക്കാരുടെ ആരോഗ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വയറ് സംബന്ധമായും ദഹന സംബന്ധമായും അസുഖത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ഭക്ഷ്യഭിക്ഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാലുവേദന, സന്ധിവേദന, കണ്ണിന് അസുഖം വരിക ഇവയ്ക്ക് സാധ്യതയുണ്ട്. അഷ്ടമശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് അഷ്ടമശനിയുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ക്ഷേത്ര ദർശനം നടത്തുക. ശാന്തിയും സമാധാനവും കൈവരിക്കുക. ദോഷ പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമ ജപവും മഹാലക്ഷ്മി സ്തോത്ര ജപവും ചെയ്ത് അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ദാനധർമാദികൾ ചെയ്ത് സൽപ്രവൃത്തിയും ചെയ്ത് നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുക. നന്ദി, നമസ്കാരം.